സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഇതേ എൻ്റെ നാടാട്ടോ, നിലമ്പൂര്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്. എന്ത് രസമറിയോ ഇവിടെ? ഭയങ്കര ഭംഗിയുള്ള പ്രകൃതിയും മനുഷ്യരും. എന്ത് ടേസ്റ്റുള്ള ഭക്ഷണം എന്നറിയോ? നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ തേങ്ങാച്ചോറും ഇറച്ചിയും കുമ്പളങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടോ? പിന്നെ വിടൂല, നിങ്ങളത് പഠിച്ചുണ്ടാക്കി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് രസമാണ്. മുരിങ്ങാത്താളിപ്പോ അല്ലേ ഫിറോസ്ക? നമ്മളെ മുരിങ്ങാത്താളിപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കണേ പറഞ്ഞു കൊടുക്കണ്ടേ? എന്ത് രസമാണ് അത്! ഇവിടെ തന്നെ വന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമാണ്. ഇവിടുത്തെ ഇപ്പോൾ കക്കാടംപൊയിലൊക്കെ എല്ലാവരും ഭയങ്കര ടൂറിസം പ്ലേസ് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ? അതല്ലാതെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ നിലമ്പൂര്. നെടുങ്കായായിട്ടും നമ്മളെ കനോലി പ്ലോട്ടായിട്ടും അതല്ലാതെയും വെറുതെ പോയി നോക്കി ഒക്കെ ഭയങ്കര രസമാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ സ്ഥലം തൊട്ടടുത്താ മമ്പാട്. അതുപോലെ തന്നെ ഭയങ്കര പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മത്സരിച്ച് നിൽക്കുന്നൊരു സ്ഥലമാണ്. ഓടായിക്കൽ, ഒലി പറഞ്ഞ സ്ഥലം, ഇതൊക്കെ എന്ത് രസമാണ് കാണാൻ. ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പഠിച്ച സ്കൂളുകൾ, ആ വഴികൾ അല്ലേ മാനോ, നമ്മൾ പഠിച്ച സ്കൂളും ഇതൊക്കെ വഴികളൊക്കെ കാണുമ്പോൾ ഓടി വരാൻ തോന്നും എപ്പോഴും. ഏത് സ്വപ്നത്തിലും നമ്മൾ കാണുന്ന നമ്മളെ ഓർമ്മകളൊക്കെ ഇവിടെയാണ്. ഇവിടെ എനിക്ക് എല്ലാവരും ഉണ്ട്. ഉമ്മ ഉണ്ട്, ബന്ധുക്കളുണ്ട്, ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ട്. അവരെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. എൻ്റെ ഉമ്മാനെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഒരുപാട് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ കല്യാണങ്ങൾ നടക്കുന്നു. നിങ്ങൾക്കറിയോ, ഇതിലൊന്നും പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഒന്ന് വിചാരിക്കുമ്പോൾ ഓടി വന്നിട്ട് പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് കാണാനൊന്നും എനിക്ക് പറ്റുന്നില്ല. എന്താണെന്നറിയോ കാര്യം? വേറെ സ്വാതന്ത്ര്യങ്ങളൊന്നും നമുക്കില്ലാത്തത് കൊണ്ടല്ല. ഒരു ഭിന്നശേഷിക്കാരനായിട്ടൊരു കുട്ടിയുണ്ട് എനിക്ക്. ഇത് ഞാനെന്ന് പറയുമ്പോൾ അത് ഞാൻ എന്നെ മാത്രമായിട്ട് ആരും കണക്കാക്കരുത്. ഞാൻ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രതിനിധി മാത്രമാണ്. അപ്പോൾ അങ്ങനെ കാണണം കേട്ടോ. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുമ്പം നമുക്ക് ഒരു വലിയ ലോകമുണ്ട്. അത്ര കാലം നമുക്ക് കിട്ടിയിരുന്ന എല്ലാ ലോകവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക്. അത് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. നമ്മളെവിടെയെങ്കിലും ഒരു പ്രബന്ധം അവതരിപ്പിച്ചത് കൊണ്ടോ ഭിന്നശേഷിക്കാരെ നോക്കുന്ന ആളുകളെക്കുറിച്ചോ ഭിന്നശേഷിക്കാരെക്കുറിച്ചോ എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ചത് കൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ നമുക്ക് മനസ്സിലാവണമെന്നല്ല കേട്ടോ അതൊന്നും. ഒരു പക്ഷെ ഞാൻ പറയുന്ന ഈ വിഷയം നിങ്ങൾക്കൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. ഞാനിവിടെ സ്ലൈഡ് ഷോ ഒന്നും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പോലുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതങ്ങളോട് പറയാൻ കഴിയും. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇത് പറയാതിരിക്കാൻ പറ്റാത്തൊരു വിഷയമായതുകൊണ്ട് ഞാൻ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് മൂന്നാമതായിട്ടാണ് കൊച്ചുണ്ടായത്. കുട്ടി അവന് ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവനുള്ള വ്യത്യാസം മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. ഞാൻ അവന് കുറച്ച് വാശി കൂടുതലുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെനിക്ക് മനസ്സിലാവാൻ തന്നെ കാരണം മൂത്ത 2 കുട്ടികളെ ഞാൻ വളർത്തിയ ആ ഒരു അറിവിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച സീതാലക്ഷ്മി ടോക്സിക് പാരൻറ്റിങ്ങിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു തന്നു അല്ലേ? ശരിയാണ്. പ്രസവിച്ചു എന്നതുള്ളത് കൊണ്ട് മാത്രം ഒരു ആൾ പാരൻ്റ് ആവണമെന്നില്ല. അത് പ്രസവിക്കാനുള്ളൊരു കഴിവ് മാത്രമാണ്. അതുപോലെ തന്നെ പ്രസവിച്ചു ഇങ്ങനെ ഭിന്നശേഷിക്കാരൊരു കുട്ടി ഉണ്ടായി എന്നുള്ള പേരിൽ അവർ പിന്നെ എന്താവണം? ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വം മറക്കുന്നൊരു ചോദ്യങ്ങളാണ്. കാരണം ഈ ആളുകൾ ചോദിച്ച് തളർന്ന ആളുകളാണ്. അല്ലെങ്കിൽ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത അനുഭവത്തിൽ നിന്ന് മാത്രം മനസ്സിലാവുമ്പം അതിനുള്ള പരിമിതികൾ ഉണ്ടാവുന്നത് കൊണ്ടാണ്. കൊച്ചുവിന് കാഴ്ചയിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. നല്ല മിടുക്കനായിട്ടുള്ള കുട്ടി, ഒരു പ്രശ്നമില്ല. ഒരു സംസാരമൊക്കെ വരും എന്നൊക്കെ നമുക്ക് തോന്നുന്നൊരു ഘട്ടം വന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് അതൊന്നും ഇല്ലാതെയായി മാറി. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ പറയുന്നത് ഇവന് കേൾക്കാത്തത് കൊണ്ടുള്ള എന്തെങ്കിലും വിഷയം ആയിരിക്കുമോ എന്നുള്ളത്. പക്ഷേ അതല്ല എന്ന് നമ്മൾ ബറാ ടെസ്റ്റ് നടത്തിയപ്പം നാട്ടിൽ വന്നിട്ട് ബറാ ടെസ്റ്റ് നടത്തിയ സമയത്ത് നമുക്കത് ബോധ്യമായി. അതൊന്നുമല്ല. ആ സമയത്താണ് ഞാൻ കോഴിക്കോട് വെച്ചിട്ട് ഇവന് ബറാ ടെസ്റ്റ് കോവിഡിൻ്റെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ചെന്ന് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു കുട്ടിക്ക് ചെവിക്ക് യാതൊരു കുഴപ്പമില്ല, കുട്ടിക്ക് ഓട്ടിസമാണ്.
ഓട്ടിസോ എൻ്റെ കുട്ടിക്കോ? അത് നമ്മൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. ചെവി കേൾക്കില്ലെങ്കിൽ ഞാനത് പരിഹരിക്കുകയെ എന്തേലും ലോകത്ത് എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും ചികിത്സിച്ച് ഞാൻ ഭേദാക്കും. അവന് കണ്ണ് കാണില്ലെങ്കിൽ ഞാനത് ചികിത്സിച്ച് ഭേദാക്കുകയെ. പക്ഷേ ഓട്ടിസത്തിന് എന്താ പരിഹാരം അറിയണില്ല. ഞാൻ ഒരു നിമിഷം വിസിറ്റേഴ്സ് ചെയറിൻ്റെ ഇടയിൽ പകുതി മയക്കത്തിലുള്ള കൊച്ചുവിനെയും കൊണ്ട് ഒന്ന് ബോധരഹിതയായി വീണുപോയി. കോവിഡ് സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് ആരും നമ്മളെ എടുക്കാനൊന്നും വരില്ല. ആ സമയത്ത് ഒരു നഴ്സ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ എടുത്ത് ഒരു മുറിയിൽ കൊണ്ടുപോയിരുത്തി. ആ മുറിയിൽ ചുമരുകളിൽ മുഴുവൻ നിറയെ ചിത്രങ്ങളായിരുന്നു. ആ ചിത്രങ്ങൾ എന്തൊക്കെയാ അറിയോ? ജന്മനാ ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റും അതുപോലെ ചികിത്സയൊക്കെ നടത്തിയിട്ട് ചെവി കേട്ടു അവർ സന്തോഷിക്കുന്ന ചിത്രങ്ങൾ. കണ്ണ് കാണാത്ത കുട്ടികളുണ്ട്, അവർക്ക് കാഴ്ച കിട്ടി. ജന്മനാ കണ്ണ് കാണാത്ത കുട്ടികൾക്ക് കാഴ്ച കിട്ടി, അവർ സന്തോഷിക്കുന്ന ചിത്രങ്ങൾ നിറയെ അതൊക്കെയാ നമുക്ക് ഹാപ്പി ആവുന്ന ചിത്രങ്ങളാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഓട്ടിസം ഉണ്ടായിട്ട് മാറിയ കുട്ടീൻ്റെ പിക്ചർ എവിടെ? അതില്ല. ഇതിൽ ഒരു ഐൻസ്റ്റീൻ്റെ ചിത്രം കണ്ടു, നമ്മളെ സമാധാനിപ്പിക്കാനേ, പൊട്ടന്മാരാക്കാൻ. ഇവർക്കൊക്കെ എന്തോ പ്രത്യേക കഴിവുകളുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നു. ഒരു കഴിവുകളും ഇല്ലാത്ത കുട്ടികളും ഉണ്ട്. ഭൂരിപക്ഷം അങ്ങനെയാ. കഴിവുകളുള്ളവരെ മാത്രം മുന്നിട്ട് നിർത്തി അതാണ് ഈ ലോകം എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വലിയൊരു ലോകമുണ്ട് ഇവിടെ. സോറി കേട്ടോ, ഇടയ്ക്ക് ജീവിതം പറയുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ ആയി മാറും. പിന്നീട് ഈ അവസ്ഥയിലുള്ള ആളുകളെ അന്വേഷിച്ചിട്ടുള്ളൊരു നടത്തായിട്ടോ. ഞാൻ കുറേ കാലം സൗദിയിലായിരുന്നു. അപ്പോൾ കുറേ സാമൂഹിക ബന്ധങ്ങളൊക്കെ എനിക്ക് കുറവാണ്. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് പോലും കണ്ടെത്താത്തത് ഞാൻ കരുതിയത്. പക്ഷേ അതൊന്നുമല്ല. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായ ശേഷമാണ് ഇങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് ഞാൻ തന്നെ അറിയുന്നത്. ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കും, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ലോകമുണ്ട് നമ്മൾ അറിയുന്നത് ഇങ്ങനെയുള്ളൊരു കുട്ടി ഉണ്ടായി അതിൻ്റെ അനുഭവം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഞാൻ എത്തുന്നത് കോഴിക്കോട് ഉള്ള കുറച്ച് ക്രിസ്ത്യൻ മിഷണറി നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. കുറേ കന്യാസ്ത്രീകളൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനം. അവിടെ എത്തിയത്. അപ്പോൾ അവർ എന്നെയും കൊച്ചുനെയും കണ്ടപ്പോൾ ഭയങ്കര ഹൈപ്പറായിരുന്നു. അവൻ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ അമ്മമാർ പറഞ്ഞു, മോളെ, പണ്ട് ദൈവത്തോട് കർത്താവ് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാലാഖമാർക്ക് അവന് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിനെ നൽകിക്കൊണ്ട് പറഞ്ഞു, നീ ഇതിനെ പൊന്നുപോലെ നോക്കണം, നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞത്രേ. അപ്പോൾ ഈ മാലാഖമാർ പറഞ്ഞത്രേ, ഭൂമിയിൽ ഞങ്ങളെക്കാൾ പ്രിയപ്പെട്ട ഒരുവൾ നിനക്കില്ലേ കർത്താവേ, അവൾക്ക് നൽകൂ, അവൾ ഞങ്ങളെക്കാൾ മനോഹരമായിട്ട് ആ കുഞ്ഞിനെ നോക്കിക്കൊള്ളൂന്ന്. ആ അമ്മമാർ എന്നെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. അവരെ പ്രാർത്ഥന മുഴുവൻ എനിക്ക് തന്നു. ഞാനും കരഞ്ഞു, അവരും കരഞ്ഞു. പക്ഷെ അവരെ കെട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എന്താണെന്നറിയോ? കർത്താവേ, ഇതാണല്ലേ കർത്താവ് തന്ന 8ൻ്റെ പണി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് വലിയ പുണ്യാളത്തികളാക്കാനും മഹത്വവൽക്കരിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിഞ്ഞങ്ങ് ഒതുക്കി വെക്കും. ഇതിനൊന്നും പരിഹാരം ആരും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് മാറേണ്ട പരിഹാരങ്ങളല്ല, എനിക്ക് വേണ്ടതിന് പരിഹാരമായിരുന്നു. പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊന്നുമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ നോക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തികൾക്കൊന്നും പകരം വെക്കാൻ വേറെ ഒന്നുമില്ല, കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതും കൂടി ഇല്ലാതെ ആണ് പല നമ്മുടെ സാമുദായിക സാംസ്കാരിക സംഘടനകളും പോകുന്നത്. പക്ഷേ ഇത് മുഖമുദ്രയാക്കിയിട്ട് മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു ആശ്രയം ചെറുതെങ്കിലും അവരാണ്. എങ്കിലും പരിഹാരം അതല്ല. അങ്ങനെ ഞാൻ കോഴിക്കോട് ബീച്ചിൽ കഴിഞ്ഞ ഡിസംബർ 3 മുന്നേ 1 2 എങ്ങാണ് ലോകസഞ്ചാരി നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര അവിടെ ഒരു ടോക്ക് ഷോ നടത്തുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു 10ാം ക്ലാസ് മുതൽ സഞ്ചാരം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. സഞ്ചാരം കാണുന്നത് വെറുതെ ഇരുന്ന് എന്തെങ്കിലും ഒരു ഷോ കാണുന്നുള്ള രീതിയിലല്ല. എനിക്ക് ചരിത്രം അറിയണം, ചരിത്രം ഉറങ്ങി കിടക്കുന്ന സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്.
അവിടെയൊക്കെ മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ തട്ടൊക്കെ ഇട്ടിട്ടാണോ എല്ലായിടത്തും ജീവിക്കുന്നത്? ആളുകൾ പൊട്ടിട്ടാലുള്ള ഒരു വിഭാഗം ആവുക, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഓരോ രാജ്യത്തും മനുഷ്യരുടെ അതിജീവനം എങ്ങനെയാണ്? പ്രാഥമിക ആവശ്യം എല്ലാവരുടെയും ഒന്ന് തന്നെയാണോ? അത് കണ്ടെത്താനുള്ള എല്ലാവരുടെ മാർഗങ്ങൾ ഒന്ന് തന്നെയാണോ? എന്തെങ്കിലും പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവരൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഭൂപ്രകൃതി എങ്ങനെയാണ്, അല്ലേ? ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് ഞാൻ എൻ്റെ ഒരു 10ാം ക്ലാസ് മുതൽ നിരന്തരം ഓരോ ഞായറാഴ്ചയും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനതിരുന്ന് കാണും. ആ സമയത്ത് ഇങ്ങനത്തെ ആ യാത്ര പോയ ഒരാളെ നേരിൽ കാണാൻ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കൂട്ടം ചോദ്യങ്ങൾ അയാളോട് ചോദിക്കാണ്ടായിരുന്നു. നേരിൽ കാണുമ്പോൾ പലതും ചോദിക്കാനുണ്ട്. പണ്ട് മുതലേ ഞാൻ സ്വരുക്കൂട്ടി വെച്ച ചോദ്യങ്ങളാണ് അതൊക്കെ. പക്ഷേ അദ്ദേഹത്തെ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യം, ഇതൊക്കെ പരാമർശിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ച ചോദ്യം, എനിക്കിങ്ങനെ ഒരു മകനുണ്ട്, ഇതുപോലെ മക്കളുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഇവിടെ കിട്ടുന്ന ഇവരെ പുനരധിവസിപ്പിക്കുന്ന രീതികൾ, പദ്ധതികൾ വളരെ ശോഭനീയമാണ്. ഒന്നും മാതൃക എന്ന് പറയാനൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിൽ പുരോഗമന ആശയങ്ങൾ എത്രത്തോളം അതിന് സഹായകം ചെയ്യുന്നു? താങ്കളുടെ കാഴ്ചപ്പാടിൽ അത് അവരെങ്ങനെയാണ് അവർ നോക്കുന്നത്? അത് നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കാൻ പറ്റിയ വലിയ കാര്യമായിരിക്കില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അദ്ദേഹം എൻ്റെ ചോദ്യം കേട്ടതോടുകൂടി പറഞ്ഞത്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഏത് ചോദ്യവും കേൾക്കാനും അതിന് മറുപടി പറയാനും കഴിയും എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിൻ്റെ പുറത്തായിരുന്നു. പക്ഷേ ഈ ഒരു ചോദ്യം കേട്ടതോടുകൂടി ഞാൻ തളർന്നു പോയിന്നാ. അവിടെയുള്ള ആളുകൾ മുഴുവൻ, അതുവരെ കുറേ എന്തോ യമനിലെ മന്തിൻ്റെ കഥയും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു സദസ്സ് മൊത്തം കൈയടിച്ചു. എൻ്റെ ചോദ്യം കേട്ടിട്ടും എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കുള്ള വലിയ അംഗീകാരമായിട്ടൊക്കെ എല്ലാവരും കണ്ടു. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മതത്തിൽ ആയിരുന്നെങ്കിൽ, അവരുടെ ഒരു സമുദായത്തിലായിരുന്നെങ്കിൽ എന്നെ ഏതോ രൂപാക്കൂട്ടിൽ കയറ്റി ഇരുത്തും, ഇത്തരത്തിലുള്ള അമ്മമാരെ എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ മഹത്വവൽക്കരിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ആളാക്കിയൊക്കെ വെച്ചിട്ട് ഈ ദൈവം ഒന്നും ഞങ്ങൾക്ക് കൊണ്ടുതരുന്നില്ലാന്നേ, ഒന്നും എത്തിയിട്ടില്ല നമുക്ക്. അതൊന്നും അല്ല ഇതിൻ്റെ പരിഹാരം. നമുക്ക് വേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങൾ തന്നെയാണ്. ഇത് ആരോട് ചോദിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഈ ഓരോ അമ്മമാർക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അന്ന് പറഞ്ഞൊരു കാര്യം, ഇങ്ങനെയുള്ളൊരു കുട്ടി ഉണ്ടായില്ല എന്നതാണ് എൻ്റെ ജീവിതത്തിലെ വിജയം എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഓരോ രക്ഷിതാക്കൾക്കും യാത്ര ചെയ്യാനും പഠിക്കാനും ചരിത്രങ്ങൾ കാണാനും ഇതുപോലെ ജോലി ചെയ്യാനും ചോദ്യങ്ങൾ ചോദിക്കാനും എന്തിന് കല്യാണത്തിന് പോവാനും അതൊന്നും വേണ്ട. ഒന്നേ ആശ്വാസത്തോടെ ഒന്ന് ടോയ്ലറ്റിൽ പോവാൻ ഒക്കെ ഒരു ആഗ്രഹമുണ്ട്. ഇതൊന്നും സാധിക്കാറില്ല. ഞാനിപ്പോൾ മോനെയും കൊണ്ട് മൈസൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിലാണ് തെറാപ്പി ചെയ്യാൻ പോയിട്ടുള്ളത്. അവിടെ ഇതുണ്ടാവാറുണ്ട്, മെഡിക്കൽ ക്യാമ്പ് ഉണ്ടാവുന്നുണ്ട്, ഫ്രീ മെഡിക്കൽ ക്യാമ്പുകൾ. തളർന്ന് കിടക്കുന്ന കുട്ടികൾ, പിന്നെ ഒരുപാട് ഹൈപ്പറായിട്ടുള്ള കുട്ടികൾ, ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികൾ, ഇവരെല്ലാം ഈ അമ്മമാർ വലിച്ചു കൊണ്ടുവന്ന് ഓരോ ഡോക്ടർമാരെ മുന്നിലും കൊണ്ടിരുത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം, അതിനുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പിന് മുഴുവൻ പങ്കെടുക്കുന്നതാണ് ഓരോ അമ്മമാർ നമ്മൾ കാണുന്നത്. ഭയങ്കര തിരക്കാണ്. ഓരോ ഡോക്ടർമാർക്ക് ഒരു സൗകര്യം കൊടുക്കൂല. ഇതെന്താ എൻ്റെ കുട്ടിക്ക് എന്താ ചോദിച്ചിട്ട്. അതേ സ്ഥലത്ത് തൊട്ടപ്പുറത്തുണ്ടാവും മാമോഗ്രാം ടെസ്റ്റ്. അവിടെ 4-5 പേരുണ്ടാവും. ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നോക്കേണ്ട ടെസ്റ്റാണ്. എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോടെ ധാരാളം വന്നും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിനെ ആരേൽപ്പിച്ച് പോരാനാണ്? നടപടിയുള്ള കാര്യമില്ല. അപ്പം അമ്മമാർ എന്തേലൊക്കെ ആവുമ്പോൾ അങ്ങനെ ആയിക്കോളും. ഇതാ അവസ്ഥ. ഇവരെ ഒക്കെ ഈ സ്വാതന്ത്ര്യം ആരാണ്, എവിടെയാണ്, എന്ന് മുതലാണ് ഇല്ലാതാവുന്നത്? എന്ത് ചെയ്തതിൻ്റെ പേരിലാണ് ഇവർക്കൊക്കെ ഇതൊക്കെ നിഷേധിക്കപ്പെടുന്നത്? ഭിന്നശേഷിക്കാർ ജനിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഭിന്നശേഷിക്കാരായിട്ടാണ്. പക്ഷേ അവർക്ക് ഈ പുറം ലോകത്തെ പറ്റിയൊന്നും അറിയില്ല. ഈ പുറം ലോകത്തെ പറ്റിയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് അവരെ ടേക്ക് കെയറേഴ്സാണ്, അവരെ നോക്കുന്ന ആളുകളാണ്. അമ്മയാവണം നിർബന്ധമില്ല, അച്ഛനാവണം നിർബന്ധമില്ല. അവരെ നോക്കുന്ന ആളുകളാണ് അവരെ കൊണ്ട് കാണിക്കേണ്ടത്. ഇവർ തളർന്നു പോയാൽ എന്ത് ചെയ്യും? ജീവിതം മുഴുവനും ഈ കുട്ടീനെ നോക്കിയിട്ട് 4 ചുമരുകൾക്കുള്ളിൽ ഇങ്ങനെ കിടക്കണേ. ജീവിതം മുഴുവനും അങ്ങനെ തന്നെ ആയി മാറുകയാണ്. വേറെ ലോകമൊന്നുമില്ല. ഇപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴത്തെ, ഇത് ഓട്ടിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് മാത്രം ഉള്ളൊരു അനുഭവം അല്ല കേട്ടോ.
അങ്ങനെ നമ്മൾ മാറ്റി വെക്കരുത്. ഇപ്പോൾ ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ താഴെ നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത് ഒരു ഒരു ഫ്ലാറ്റിലേക്ക് മോന് അറിയാതെ റൂം മാറി ഡോറ് മുട്ടി കയറി ചെന്നു. അപ്പോൾ അവിടെ ഉണ്ട് ഒരു അമ്മയും കിടപ്പിലായ ഒരു മോനും. അപ്പോൾ കൊച്ചുവിനെ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ അവനവിടെ ടി വി കണ്ടു. അപ്പോൾ ഈ ടി വി കണ്ട് ഇങ്ങനെ കിടപ്പിലായിട്ടുള്ള ഒരാളിങ്ങനെ കിടക്കുക മുന്നിൽ തന്നെ. അപ്പോൾ ഞാൻ അവനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്നോട്ടെ, കൈ അനങ്ങുന്നേ ഉള്ളൂ, നിന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു അമ്മ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ 3 വർഷമായത്രേ ആ ഫ്ലാറ്റിൽ അവർ ജീവിക്കണ്. ഞാൻ കണ്ടിട്ടില്ല. അവർ ടീച്ചറായിരുന്നു. 50 വയസ്സായിട്ടുണ്ട് സന്തോഷേട്ടന്. ആ മോന് ഒരു 20 വർഷം മുൻപ് ബാത്റൂമിൽ വഴുതി തല അടിച്ച് വീണിട്ട് തളർന്നു പോയതാ. ഒരു ചികിത്സയില്ല. ഈ ടീച്ചറായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യമായി ജീവിച്ച ജോലി ചെയ്ത ഈ അമ്മ, 50 വയസ്സുള്ള സന്തോഷേട്ടൻ്റെ അമ്മയ്ക്ക് എത്ര പ്രായം ഉണ്ടാവും? ആ അമ്മ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ആ റൂമിനുള്ളിൽ നിൽക്കുക. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രോഗാണുക്കൾ വന്നിട്ട് മോന് ബാധിക്കുമെന്നൊക്കെ കരുതിയിട്ട് ഈ അമ്മയുടെ ജീവിതം അങ്ങനെ തന്നെ ആയിപ്പോയി. എത്രത്തോളം ആ പ്രായത്തിലും ആ അവസ്ഥയിലൊക്കെ എത്രത്തോളം മാനസികമായിട്ട് ഇവർ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടാവും അല്ലേ? ഇതൊക്കെ നമുക്ക് മറന്നു കളയേണ്ട ഒരു കൂട്ടം ആളുകളാണോ അവരൊക്കെ? പലതരം കഴിവ് തെളിയിച്ച ആളുകളാ എല്ലാവരും. ഇപ്പോൾ മൈസൂർ ഇപ്പം എൻ്റെ കൂടെയുള്ള കുറേ ആളുകളിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, വമ്പം ബിസിനസ്സുകാരുണ്ട്. അപ്പം അവരതൊന്നും അല്ല. ഇപ്പം ഈ ഒന്നുമില്ലാതെ അവരുടെ രക്ഷിതാക്കളെന്നോ അവരുടെ ബന്ധുക്കളെന്നോ അല്ലെങ്കിൽ ആരുടെ അടുത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ദാനം കിട്ടുന്നത് സ്വീകരിച്ച് ഈ കുട്ടികളെയും നോക്കിയിട്ട് ഭിന്നശേഷിക്കാരെ നോക്കുന്ന ഭിക്ഷാന്തേഹികളായിട്ട് അവിടെ കഴിയാം. ഒരുപാട് പഠിച്ച ഡോക്ടേഴ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. സിംഗിൾ പാരൻസ് ഉണ്ട്. സ്ത്രീകൾ മാത്രമായിട്ടുള്ളത്. അച്ഛൻ നോക്കുന്ന പെൺകുട്ടികൾ വളരെ ദാരുണമായിട്ട് തോന്നും. അച്ഛൻ നോക്കുന്ന പെൺകുട്ടികളെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ അല്ലേ ബോയ്സ് ഗേൾസ് എന്ന് എഴുതിച്ചിട്ടുണ്ട് ബാത്റൂമിൽ. ഇവർ ആ പെൺകുട്ടിനെയും കൊണ്ട് അവർ ഏത് ബാത്റൂമിൽ കയറും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പെൺകുട്ടിൻ്റെ ടോയ്ലറ്റിങ് അവർ നോക്കിയാലേ നടക്കുള്ളൂ. അവർ പോയിട്ട് ബാത്റൂമിൽ കയറി എല്ലാ കാര്യങ്ങളും ചെയ്താലേ അത് സാധിക്കുള്ളൂ. പക്ഷേ ഈ ബോയ്സിലെ ഗേൾസിലെ ഏത് ബാത്റൂമിൽ ആ പെൺകുട്ടിനെയും കൊണ്ട് അയാൾ കയറും? അവരൊക്കെ ഒരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ വളർന്നു വരുന്ന കുട്ടീനെ പറ്റിയിട്ടുള്ള ഭയങ്കര പറയാൻ കഴിയാത്ത സംഭവമാണ്. അതേപോലെ ഞാൻ തണലിൽ ഞങ്ങൾ നിന്ന സമയത്ത് ഒരമ്മ 40 വയസ്സുള്ള ഒരാൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ഇല്ല അവർക്ക്. എന്നിട്ട് ഈ അമ്മയെ അതിൻ്റെ കുട്ടീൻ്റെ അച്ഛനൊക്കെ മരിച്ചു പോയതാണ്. എന്നിട്ട് ഈ ഏട്ടനെ ബാത്റൂമിലാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ബാത്റൂമിൽ കയറി ഇറങ്ങുന്നത് കാത്തു നിന്നു. എന്നിട്ട് ഇവർ പോയിട്ട് ഡയപ്പറൊക്കെ മാറ്റി ലാസ്റ്റ് എത്ര പ്രായം ഉണ്ടാവുക അമ്മയ്ക്ക്? ഇതൊക്കെയാണ് അവസ്ഥകൾ. ഈ ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ മൈസൂരിൽ എത്തിപ്പെട്ടത് ഒരു തരത്തിലുള്ള നാടുവിടലാണേ. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് തോന്നുമ്പോൾ അങ്ങോട്ടുള്ളൊരു നാടുവിടൽ. ഒരു കാലത്ത് ഈ ജെൻഡർ മൈനോറിറ്റി ഉള്ള പിന്നെ ആളുകൾ പല നാടുകളിൽ ചെന്നിട്ട് ചേക്കേറി നമ്മൾ കാണുന്നതല്ലേ അല്ലേ? ഇപ്പോൾ ഞാൻ മൈസൂരിനെ കണ്ടിട്ടുണ്ട്, ബാംഗ്ലൂർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് പോകും. കാരണം ഇവർ അംഗീകരിക്കുന്ന ഒരു ലോകം ഇവിടെ അല്ല തോന്നുമ്പോൾ ഓടിപ്പോകുന്നതാ. അതുപോലെ തന്നെയാണ് ഇത്. ശരിക്കും ഐസൊലേറ്റഡ് ആവാനുള്ളൊരു ശ്രമം ഇതാണോ വേണ്ടത്? ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത്രക്ക് വഷളാ കാര്യങ്ങൾ. ഈ ഭിന്നശേഷി സാധാരണ നമ്മൾ കാണുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ കാഴ്ചയൊക്കെ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് രൂപത്തിലും ഭാവത്തിലൊക്കെ കുറച്ച് പ്രശ്നം അനുഭവിക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ എപ്പോഴും അവരെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യണതും കാണാറുണ്ട് രൂപത്തിലൊക്കെ ഉള്ളത്. ഇതൊന്നുമില്ല. നടപ്പിലും ഇരിപ്പിലും വളർച്ചയിലും എല്ലാം വ്യത്യാസം തോന്നിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ എന്താ വിചാരിക്കുക? പാവം, ഭക്ഷണം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മൂലക്കൽ അവിടെ ഇരുന്നോളുന്നു അല്ലേ? എന്നാൽ ഇതൊന്നും ഈ അനുഭവവേദി അല്ലാത്ത ഓരോ സമൂഹത്തിൻ്റെയും ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരെ പറ്റിയുള്ള കാഴ്ചപ്പാട് ആ ഒരു ലുക്കാണ്. അത്തരത്തിൽ പ്രശ്നം രൂപത്തിൽ കാണുന്ന ആളുകളുടെ ആ ഒരു രൂപമാണ് കാഴ്ചയിലുള്ളത്. എന്നാൽ കാഴ്ചയിൽ യാതൊരു പ്രശ്നമില്ലാത്ത നടപ്പിലോ ഇരിപ്പിലോ അവയവങ്ങൾക്കോ കാഴ്ചയ്ക്കോ കേൾവിക്കോ ഒന്നും ഒരു കുഴപ്പമില്ലാതെ അതിതീവ്ര ബിഹേവിയർ ഇഷ്യൂസ് കാണിക്കുന്ന കുട്ടികളുണ്ട്. അറിയോ? മെൻ്റൽ റിട്ടാർഡേഷൻ ആയിട്ടുള്ള കുട്ടികളാണ്. ഈ മെൻ്റൽ റിട്ടാർഡേഷൻ ആണെന്ന് MR അങ്ങനെ തോന്നിക്കുന്ന കുട്ടികളായി മാറുന്നത് എപ്പോഴാണെന്നറിയോ? ചിലപ്പം അതായിരിക്കില്ല. അവർ ഡെവലപ്മെൻ്റൽ ഡിലേ ഉള്ള ആളുകളുണ്ടാവും. കുട്ടികൾ ജന്മന ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി ഉള്ള കുട്ടികളുണ്ടാവും.
ഇതേപോലെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഈ കുട്ടികളൊന്നും ജന്മനാ മെൻ്റൽ റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷേ ഈ കുട്ടികൾ ഈ ID, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം, ഡെവലപ്മെൻ്റൽ ഡിലേ, ഇവരൊക്കെ നിരന്തരമായ സ്റ്റിമുലേഷൻ അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ, ഇവരുടെ തീവ്രത കുറക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇവരും MR ആയിട്ട് മാറും. മെൻ്റൽ റിട്ടയർഡേഷൻ ആയിട്ടുള്ള ആളുകളുടെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും, ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ ഇപ്പം ഡോക്ടർ TS ശ്യാംകുമാർ സാറ് അവതരിപ്പിച്ച ഓരോ കാര്യങ്ങളും, മനുസ്മൃതിനെ കുറിച്ച് പറഞ്ഞു, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പറഞ്ഞു, പുരോഗമനവാദിയായ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു, ചാതുർവർണ്ണ്യം ഒക്കെ പറഞ്ഞു. ഇതിലൊക്കെ എവിടെ ഭിന്നശേഷിക്കാർ? അവരൊന്നും അവരെ ഓർക്കുന്നില്ലേ? അന്നൊന്നും ഉണ്ടായിരുന്നില്ലേ? അതൊപ്പം പൊട്ടിമുളച്ചതാണോ അവരൊക്കെ? അവരെക്കുറിച്ചൊന്നും എവിടെ, നമ്മളിപ്പോൾ ഏത് മതഗ്രന്ഥങ്ങളിലോ എവിടെ നോക്കുകയാണെങ്കിലും ഇവരെ കുറിച്ച് ഞാൻ കാണുന്നില്ല. ഒരു പരിഹാരമെങ്കിലും ഉണ്ടാവണ്ടേ? മതഗ്രന്ഥങ്ങളും വലിയ ഗ്രന്ഥങ്ങളും ഒക്കെ അല്ലേ, അതിലൊക്കെ എവിടെ അതിലുള്ള പരിഹാരങ്ങൾ? എവിടെയെങ്കിലും എന്തെങ്കിലും കാണുന്നില്ലല്ലോ സാറേ? ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പരിഹാരങ്ങളുണ്ടോ? പരിഹാരമില്ല. ഈ ശാരീരിക വൈകല്യങ്ങൾ, ഇപ്പോൾ ഈ ID, ഡെവലപ്മെൻ്റൽ ഡിലേ, ഓട്ടിസം, ഇതൊക്കെ ഉള്ള കുട്ടികൾ ശാരീരിക വൈകല്യങ്ങളും കൂടി ഉണ്ടാവും. ഇവർക്ക് നടക്കാൻ കഴിയാതെ, പിന്നെ അവർ പല തരത്തിലുള്ള ഈ സെൻസറി ഇഷ്യൂസ് കാണിക്കുന്ന കുട്ടികളുണ്ടാവും. ഇവരൊക്കെ എങ്ങനെയാണെന്നറിയോ? ഒരു അക്രമാസക്തനായിട്ടുള്ള ഒരു കാട്ടുമൃഗത്തെ മെരുക്കുന്ന പോലെ വേണം അവരെ മെരുക്കാൻ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ചിലപ്പോൾ തോന്നും ചെങ്ങലക്കിട്ടാലോ ഒക്കെ, പക്ഷെ ആ കുട്ടികളെ ഇതൊന്നും അല്ല. ഭ്രാന്തന്മാരും എന്താ തെറ്റ് അവർക്ക്? അവർ ലോകത്ത് നമ്മളെ പോലെ ജീവിക്കേണ്ട ആൾക്കാർ തന്നെയല്ലേ. പക്ഷേ അവർ അത്രയും അക്രമം നടത്തുന്ന കുട്ടികളായിരിക്കും. എൻ്റെ ഒരു കൂട്ടുകാരി, ഒരു കുട്ടി ഉണ്ടായത്, അവന് ഭയങ്കര ഹൈപ്പറാണേ. ഇവന് ഈ ഹൈപ്പർ ഉള്ള ഒരു കുട്ടിയുള്ളത്. അപ്പോൾ അവരൊരു തീരുമാനം, നല്ലൊരു മര്യാദയ്ക്കുള്ളൊരു കുട്ടിയും കൂടെ വേണ്ടേന്നുള്ള ഒരു ഇതിൽ തന്നെ അവർക്ക് അവൾ ഗർഭിണിയായി. പ്രസവിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ഞങ്ങളെ കൂടെ ക്ലാസ്സിനും തെറാപ്പിക്കും ഒക്കെ വന്നതാട്ടോ അവൾ. ഈ ഡെലിവറിൻ്റെ അന്ന് മാത്രം ഹോസ്പിറ്റലിൽ പോയത്. കുറച്ച് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് 2 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു. അന്ന് ഈ കുട്ടീനെ ബന്ധുക്കളൊക്കെ നോക്കി, പക്ഷെ നോക്കാൻ കഴിയില്ല. ഒരു മുറിയിൽ പൂട്ടിയിട്ട് ഇവൾ രണ്ടാമത് ഭക്ഷണമൊക്കെ അവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഹൈപ്പർ. അവളില്ലാത്തത് കൊണ്ട് എന്താ സംഭവിച്ച ഈ കുട്ടിക്കറിയില്ല. അമ്മ പ്രസവിക്കാൻ പോയതൊന്നും ഈ കുട്ടിക്കറിയില്ലല്ലോ. അപ്പോൾ ഈ വയറിനൊക്കെ ആ കുട്ടി ഇങ്ങനെ ചവിട്ടാറൊക്കെ ഉണ്ട്, ഒക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. ദാരുണാണ് എല്ലാ അവസ്ഥകളും. അപ്പോൾ പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, നോർമലായിട്ടുള്ളൊരു കുട്ടിയും കൂടെ അവന് വേണം എന്നുള്ളത്. അവർക്ക് അവരുടെ ആഗ്രഹങ്ങളല്ലേ. അങ്ങനെ ഇവള് ഡെലിവറി കഴിഞ്ഞ് ഈ കുഞ്ഞു വാവനെയും കൊണ്ട് വരുമ്പം ഈ മുറി തുറക്കുമ്പോൾ കണ്ടത് എന്താണെന്നറിയോ? ഈ കുട്ടി ഇങ്ങോട്ട് മൂത്രമൊഴിച്ച് അപ്പിട്ടിട്ട് നിറച്ച ആ റൂമിൽ അങ്ങ് തേച്ച്, ചുമരിൽ മൊത്തം തേച്ചിട്ട്, ആര് വന്ന് ശരീരത്തൊക്കെ തേച്ചിട്ടുണ്ട്, ആര് വന്നാലും തൊടാൻ സമ്മതിക്കില്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഈ പ്രസവിച്ച് വന്ന അവൾ, എനിക്കറിയില്ല എങ്ങനെയാണാവോ ആ കുട്ടിനെ വൃത്തിയാക്കിയത്, ആ മുറി വൃത്തിയാക്കിയതൊക്കെ. ഞാൻ നമ്മളെ വിളിച്ചൂടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം, പക്ഷേ കഴിയില്ല. അത് അവൾക്ക് മാത്രം കഴിയുന്ന സംഭവമാണ്. എന്ത് തെറ്റ് ചെയ്തിട്ട് അവൾ അബുദാബിയിൽ നല്ല ജോലിയൊക്കെ ആയിട്ടുള്ള, ഒരുപാട് ഡിഗ്രികളൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയാണ്, നല്ല ബുദ്ധിയും വിവരമൊക്കെ ഉള്ളൊരു പെണ്ണാണ്. ഇതാണ് കർത്താവ് തന്ന 8ൻ്റെ പണി. അതുപോലെ ഞങ്ങളെ കൂടെ ഉണ്ട് ഭയങ്കര ഹൈപ്പറായിട്ടുള്ളൊരു കുട്ടിയെ. അതിനെ നോക്കുന്നത് 85 വയസ്സുള്ള അതിൻ്റെ മുത്തച്ഛനാണ്, അമ്മേൻ്റെ അച്ഛൻ. ഈ അമ്മയ്ക്ക് ഇത് ഭയങ്കര ചിലവുള്ള കാര്യമാണേ. ഒരു തെറാപ്പിക്കോ തന്നെ 700-800 രൂപയാണ് ഒരു തെറാപ്പിക്ക്. ഒരു ദിവസം 2-3 തെറാപ്പി കൊടുക്കണം. അപ്പോൾ ജീവിതമാർഗം തേടി പോകണ്ടേ? ഈ അമ്മ നഴ്സാണ്, ജീവിതമാർഗം തേടി പോയി. അപ്പോൾ ഇവനെ നോക്കാൻ കണ്ടോ, എൻ്റെ കുഞ്ഞിനെ നോക്കാം. അതേപോലത്തെ ഒരു ആമിത്തരെ പോലെ ഒരാളുണ്ടായതുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാനിത് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ജീവിതമാർഗം തേടി പോയേ പറ്റുള്ളൂ. എനിക്ക് ഇതേപോലെ ജീവിതമാർഗം തേടി തരാൻ എനിക്കുള്ള ഒരു ജീവിത പങ്കാളി ഉണ്ടായത് കൊണ്ട് എനിക്ക് അവനെ വൃത്തിയായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ അപ്പച്ചനെ അവനെ നോക്കുന്നത് ഇവനാണെങ്കിൽ എങ്ങനെ അറിയാം ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോഡിൽ കൂടെ അവനെയും കൊണ്ട് നടക്കുമ്പോൾ ഇവനെല്ലാവരെയും അടിക്കും, കുത്തും, കല്ലെടുത്തെറിയും, അവൻ്റെ തുണി വലിച്ചെറിയും, അവരോട് മൂത്രമൊഴിക്കും അവരെ മേലെ. ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് അവനറിയില്ല. ഏത് സാഹചര്യം അവനെ പ്രതികൂലമായി ബാധിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ അപ്പച്ചനാണെങ്കിൽ ഇവർ ഭയങ്കര സ്നേഹമുള്ളവരുമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇവരിങ്ങനെ തന്നെയാണ്, പക്ഷെ ഭയങ്കര സ്നേഹമുള്ള കുട്ടികളെ. എപ്പോഴോ തലച്ചോറിൽ എന്തോ തോന്നുന്നത് കൊണ്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ അപ്പച്ചൻ എന്തെങ്കിലും വയ്യാണ്ട് കിടന്ന് അപ്പോഴേക്കും അപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് ഭയങ്കര ടെൻഷനാവന്.
സ്നേഹമുള്ള കുട്ടികളാണേ. അതുപോലെ ഇതേപോലെ ഞങ്ങളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾ പറയും ഭയങ്കര ഫോണിന് അഡിക്ഷൻ, ഡിജിറ്റൽ അഡിക്ഷൻ വന്നിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പം ഞാൻ വലിയ വായിലൊരു തവണ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നവരോടൊക്കെ പറയും ഫോൺ ഒന്നിൽ വണ്ടിയിൽ വെച്ച് തരാം, അല്ലെങ്കിൽ ബാഗിൽ വെച്ച് തരാം, വീട്ടിലേക്ക് കൊണ്ടുവരരുത് കേട്ടോ ഫോൺ എന്ന് പറയും. അപ്പോൾ ഒരു 2 പേര് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കത് പറയേ, നിനക്ക് സാമ്പത്തികം തരാൻ നിൻ്റെ ഭർത്താവോ ഒക്കെ ഉണ്ട്. ഞാൻ ഇതുപോലുള്ള ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന ഈ ബന്ധുക്കളുടെ അടുത്ത് നിന്ന് കെഞ്ചി കേണ് ദാനം കിട്ടിയിട്ട് വേണം എനിക്ക് എൻ്റെ കുട്ടീനെ നോക്കാൻ. അപ്പം അവരോട് നിങ്ങൾ മൊബൈലൊന്നും കൊണ്ടുവരരുത്, അങ്ങനെ ഒരു നിയമം വെക്കാനൊന്നും എനിക്ക് പറ്റൂല. ഈ ഓട്ടിസ്റ്റിക് സിംറ്റംസ് കാണുന്ന കുട്ടികൾ ഈ കൂടെ സെൻസറി ഇഷ്യൂസും കൂടി ഉണ്ടാവുമ്പം നമുക്ക് ആർക്കും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവരോട് മാറും സ്വഭാവങ്ങൾ. സ്വയം മുറിവേൽപ്പിക്കുക, കടിക്കുക, മുടി പിടിച്ച് വലിക്കുക, ചുമരിലൊക്കെ തല പിടിച്ചിട്ട് ഇടിക്കുക, അതേപോലെ മറ്റുള്ളവരും ചെയ്യും വരും. അത്തരം സാഹചര്യങ്ങൾ ഇവർ സെൻസറി ഇഷ്യൂസ് കുറക്കാനുള്ള തെറാപ്പികൾ, ഹൈപ്പർ കുറക്കാനുള്ള തെറാപ്പികളൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ഈ ബിഹേവിയറൽ ഇഷ്യൂസ് കുറേ മാറി മാറി വരും. ഇത് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴേലും കിട്ടിയിട്ടൊന്നും കാര്യമില്ല. നിരന്തരം കൊടുത്താൽ ഒരു ചെറിയൊരു പിഴവ് വന്നു കഴിഞ്ഞാൽ ഇവരതൊക്കെ മാറി മറിയാം. ഇത് ഇത്തരത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇവരെല്ലാം മനുഷ്യരെ ഏറ്റവും മോശപ്പെട്ട വൾണറബിൾ ആയിട്ടുള്ളൊരു അവസ്ഥ എന്താ? മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്താ? ക്യാൻസർ വരുന്നതോ, ഹാർട്ട് അറ്റാക്ക് വരുന്നതോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് കയ്യും കാലും ഒടിയുന്നതോ? അതൊന്നുമല്ല, മാനസിക നില തെറ്റുന്നതാ. വൾണറബിൾ ആയിട്ടുള്ള ഏറ്റവും അവസ്ഥ മനുഷ്യൻ്റെ ബുദ്ധി കയ്യിൽ നിന്ന് പോണതാ. അല്ലെങ്കിൽ ഇവർ ഈ ആർക്കും വേണ്ട, പിന്നെ അവരെ ആർക്കും രക്ഷിക്കാനും കഴിയില്ല എന്നുള്ള അവസ്ഥയാവുകയാണ്. ഈ കുട്ടികൾക്ക് ഇതേപോലെ സ്ഥിരമായിട്ടുള്ള സ്റ്റിമുലേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരൊക്കെ ഇതേപോലെ മെൻ്റൽ റിട്ടാർഡേഷൻ ആയിട്ടുള്ള ആളുകളായി മാറും. ഇപ്പം എൻ്റെ കുട്ടി, അപ്പോൾ ഞങ്ങളിവിടെ തവനൂരുള്ള പ്രതീക്ഷാ ഭവനിൽ പോയിരുന്നു ആമിത്താൻ്റെ കൂടെ. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, എന്താന്ന്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച ഭക്ഷണം കഴിച്ചിട്ടില്ല, കഴിയില്ല, അത്രയ്ക്ക് ദാരുണം. മനുഷ്യരല്ലേ അതൊക്കെ, നോക്കാൻ ആളില്ലാത്തത് കൊണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ ഡിസേബിലിറ്റി ഒക്കെ ഉള്ളതായിരിക്കും. ഇത് നോക്കാത്തത് കൊണ്ട് തീർത്ത് ഒരാൾ ഒരു വസ്ത്രവും ധരിക്കാതെ അവരെ നമ്മളെ കാറൊക്കെ വാഷ് ചെയ്യുമ്പോഴുള്ള പമ്പ് വെച്ചിട്ടുണ്ട് കുളിപ്പിക്കുന്നത്. കുറേ ആളുകൾ ആമിത്താനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അവർക്കൊക്കെ ഭയങ്കര എന്തൊക്കെയോ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അവർ ഭക്ഷണമൊക്കെ ഇതിൽ കൂടെ ഒക്കെ എറിയുന്നുണ്ട്. വായ ഏതാണെന്ന് അവർക്ക് അറിയില്ല, ചെവി ഏതാണെന്ന് അറിയില്ല, അതിൽ കൂടെ ഒക്കെ തിരികെ കയറ്റുന്നുണ്ട്. മനുഷ്യരാണതൊക്കെ, മനുഷ്യരുടെ അവസ്ഥയാണതൊക്കെ. ഇങ്ങനെ കുറച്ച് ആളുകൾ ഭൂമിയിൽ അങ്ങനെ അങ്ങ് ജീവിച്ച് പോയിക്കോട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കാൻ പാടുണ്ടോ? ഒരു കാലത്ത് കാഴ്ചയില്ലാത്ത ജനിക്കുന്ന മക്കൾ, അവർ ദൈവം അങ്ങനെയല്ലേ ജനിപ്പിച്ചതെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് വിട്ട് കളഞ്ഞ കുറച്ച് കാലം ഉണ്ടായിരുന്നു അല്ലേ? ചെവി കേൾക്കാത്തവരെ നമ്മൾ അങ്ങനെയൊക്കെ വിട്ട് കളഞ്ഞ കുറേ കാലമല്ലായിരുന്നോ? പക്ഷേ ഇപ്പം നമുക്കതിന് ചികിത്സ ഉണ്ട്, അത് ഭേദാവും തോന്നിയതോടു കൂടി ഇവരൊക്കെ സാധാരണ മനുഷ്യരായി. ഇങ്ങനെ മനുഷ്യരാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് സ്വാതന്ത്ര്യ ചിന്തകരാ അതിന് ശ്രമിച്ചിട്ടില്ലെങ്കിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വാർത്ത കണ്ടില്ലേ, 8 വയസ്സുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ളൊരു കുട്ടീനെ അതിൻ്റെ അമ്മ കൊന്ന് കിണറ്റിലിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ദാരുണല്ലേ, ഭയങ്കര ദാരുണമായിട്ടുള്ളൊരു വാർത്ത. ഇതിൽ ഏതാണ് ഈ ദാരുണം? ഈ കുഞ്ഞിൻ്റെ മരണം ദാരുണം, അതോ അമ്മൻ്റെ ചെയ്തിയോ, അതോ ഈ കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്നു ഇടാനാക്കിയ ആ സാഹചര്യമോ? ഇതൊന്നും ചുമ്മാ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. നമ്മൾ അതിലൊക്കെ ഉള്ള ആ കുട്ടീനെ എനിക്ക് തന്നൂടായിരുന്നോ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും പ്രതീക്ഷാ ഭവന് പോയതിൽ മുതുകാടിൻ്റെ ഒക്കെ കുറേ അതിന് താഴെ കമൻറ്റുകളൊക്കെ അങ്ങനെയായിരുന്നു. അതിൽ കൊണ്ടിട്ടാൽ പോരെ. കുറേ സാഡ് സ്റ്റോറി എയറിൽ കയറുന്നല്ലാതെ ഈ ഭിന്നശേഷിക്കാരെ നോക്കുന്ന ഈ രക്ഷിതാവിനെ കുറിച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ മാനസികാവസ്ഥനെ പറ്റി, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ആർക്കും മനസ്സിലാവില്ല. എന്തിനാണ് ഇവരിത് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ആ കുട്ടിയെ പ്രസവിച്ചു പോയത് കൊണ്ടോ? ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ടോക്സിക് പാരൻറ്റിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രസവിച്ച അമ്മയായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞാവലും അതിനെ നോക്കലും ഇതൊക്കെ ആ പെണ്ണിൻ്റെ മാത്രം ഉത്തരവാദിത്തം ആവരുത് കേട്ടോ. ആ കുട്ടികളും എല്ലാ കുട്ടികളും അത് സ്റ്റേറ്റിൻ്റെ ഒരു സ്വത്തായിട്ട് മാറണം. അല്ലെങ്കിൽ ഇതിനപ്പുറമൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയൊന്നും ഉണ്ടായി എന്നുള്ളതൊന്നും ആരുടെ ഒരു കുറ്റമല്ല. ഞാനിപ്പോൾ ഓൾ ഇന്ത്യ സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൽ തെറാപ്പികൾ നിരന്തരമായിട്ട് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്, ആ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞ് മക്കളെയും അവിടെ ചെല്ലുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഒളിച്ചോട്ടാണ് സത്യത്തിൽ അവിടെ നടക്കുന്നത്. അവിടെ ഇതുപോലെ മക്കളെയും കൊണ്ട് താമസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് തമ്മിലെല്ലാം മനസ്സിലാവും. അവർക്കൊന്നും കൂടുതലും ഇല്ല കുറവുമില്ല,
എല്ലാം ഒന്നിനോടൊന്ന് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റും. നേരം വെളുത്ത് ഇതന്നെ പണി ഇവരെ ഹൈപ്പർ കുറക്കാനും കാര്യങ്ങൾ. നേരം വെളുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റിസ്ക്കാണ്. ചിലപ്പം 1-2 ദിവസം ഒന്നും ഉറങ്ങുകയില്ല. ഇവരെ ഉള്ളിലുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ പ്രീതേച്ചി എൻ്റെ സുഹൃത്താണ്, നമ്മളെ ഫേസ്ബുക്കിലൊക്കെ ഉള്ള പ്രീത GP, അവർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു 2 ദിവസമായി സിദ്ധു ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ അവന് ഉള്ളിലെന്തോ ഭക്ഷണം കഴിച്ചതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ അവൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞാൽ അവരെ നോക്കുന്ന പ്രീതേച്ചിക്ക് ഉറങ്ങാൻ വയ്യ. കാരണം നമ്മൾ ഈ ഉറക്കം പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ അതേപോലെ 2 ദിവസം മുന്നേ തലവേദനിച്ചിട്ട് ഒന്ന് കിടക്കാൻ നോക്കിയപ്പോഴേക്കും കൊച്ചു ബാത്റൂമിൽ കയറി വെള്ളം തിരിച്ച് പിന്നെ അവിടെ ആക്കി മൂത്രമൊഴിച്ചു, ഒന്നും പറയണ്ട, ഒരു വഴിക്കാക്കി. കാരണം ഇവർക്ക് അറ്റൻഷൻ സീക്കിങ് ഭയങ്കര. ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവരെ ശ്രദ്ധിക്കണം എല്ലാവരും, അവരെ നോക്കുന്ന ആൾ അവരെ മാത്രം നോക്കണം എന്നുള്ളൊക്കെ ഒരു ചിന്ത വരെ ഉള്ളിൽ ഭയങ്കര. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. ഇവർക്കുള്ള ഭക്ഷണം ഇതേപോലെ തന്നെ. നമ്മളൊരു ഇത്തിരി സ്റ്റാർച്ച് കൂടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും മധുരം കൂടിക്കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കരമായിട്ട് ഹൈപ്പറാവും. അതുവരെ നമ്മൾ കഴിച്ചിരുന്ന എല്ലാ നമ്മുടെ ഭക്ഷണ രീതികളും, നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അതുകൂടെ മറന്നു കളയും. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് എന്താ കൊടുക്കാൻ പറ്റുന്നത് അത് കഴിച്ച് അങ്ങനെ ജീവിക്കും. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്, അവിടെ ഉള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന വലിയ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കുട്ടികളെ നോക്കി എന്നുള്ളതിന് ഓളതിനെ നല്ലോ നോക്കി. ഇനി മരിച്ച് സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗത്തിനെ നടുക്കാ സ്ഥാനം, ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ആളുകളെന്നേ ഇങ്ങനെയൊന്നും പറഞ്ഞുകാണ്ടേ ആയക്കയത്തിൽ കൊണ്ടുപോയിങ്ങാണ്ട് തള്ളരുത് കേട്ടോ ആരും. ജീവനോടെ ഇങ്ങനെ കുഴിച്ചിടുന്നതിന് തുല്യമാണ് അതൊക്കെ. ഇങ്ങനെ ഒന്നും അല്ലാതാക്കി മാറ്റരുത് മനുഷ്യനെ. ഇത്തരം കുട്ടികളെ നോക്കിയ അനുഭവത്തിൽ സത്യത്തിൽ ഞങ്ങളൊക്കെ എക്സ്പേർട്ടുകളാണ്, ഭയങ്കര എക്സ്പേർട്ടുകളാണ്. ഞങ്ങൾക്കൊന്നും ആ കഴിവില്ല. എന്നാലും ചോദിക്കും, നിങ്ങളെന്താ ജോലി ചെയ്യണത്? ഒരു ജോലി ഇല്ല എന്നാ പേര്, ഒരു പ്രൊഫൈലില്ല, വരുമാനോ ഇല്ല. എനിക്കൊന്നും നല്ലൊരു അമ്മയാവാൻ പറ്റിയിട്ടില്ല അതിന് ശേഷം. എൻ്റെ 2 മക്കൾ ഇവിടെ കോഴിക്കോട് ജീവിക്കുക. എൻ്റെ മൂത്ത മോന് ഒരു അമ്മേനെ പോലെ രണ്ടാമത്തെ മോനെ നോക്കും. രണ്ടാമത്തെ മോന് വലിയ കാരണോലെ പോലെ ഓനെ നോക്കും. ഒരു ദിവസം അവർ സ്കൂളിൽ ചെറിയ അവനെന്തോ മിണ്ടാണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞപ്പം ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറയാം, അവനോട് പറഞ്ഞത്രേ, നല്ല സുഖമാണല്ലോ വീട്ടിൽ, ഉമ്മയും അച്ഛനമ്മയൊന്നും ഇല്ലല്ലോ, ഫോണൊക്കെ നോക്കി സുഖമായിട്ടിരിക്കാമല്ലോ എന്ന്. അപ്പോൾ ഇവന് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ടീച്ചർക്ക് അറിയോ വീട്ടിൽ അമ്മയച്ഛനൊന്നും ഇല്ലാത്തൊരു കുട്ടികൾ അനുഭവിക്കുന്ന ഒരവസ്ഥ ടീച്ചർക്ക് അറിയുമോയെന്ന്. എന്നോട് വന്ന് പറയാം, എനിക്ക് നല്ലൊരു അമ്മയാവാൻ പറ്റുന്നില്ല, നല്ലൊരു ഭാര്യയാവാൻ പറ്റുന്നില്ല, നല്ലൊരു മകളാവാൻ പറ്റുന്നില്ല, മരുമകളാവാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഞാൻ ഫുൾ ടൈം ഈ കുട്ടിനെ 24 മണിക്കൂർ നോക്കി നിൽക്കുക, എന്നിട്ടും എൻ്റെ പ്രൊഫൈൽ എന്താ, ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് ഓട്ടിസ്റ്റിക് കെയറർ ആയിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ കെയറർ ആയിക്കൂടാ? എന്തുകൊണ്ട് ഞങ്ങൾക്ക് ശമ്പളം വാങ്ങിക്കൊണ്ട് തന്നെ ഈ കുട്ടികളെ മര്യാദയ്ക്ക് നോക്കിക്കൂടാ? ഞങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കണ്ടേ? ഇതൊക്കെ ഒരു സിമ്പിൾ കാര്യമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടോ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൻ്റെ കണ്ടെത്തൽ പ്രകാരവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിൻ്റെയൊക്കെ കണ്ടെത്തൽ പ്രകാരം, പഠനപ്രകാരം ഇത്തരം ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള കുട്ടികളുടെ ജനനം കൂടി വരികയാണ്. ആരും പേടിക്കണ്ട, എല്ലാവരുടെ കുടുംബത്തിലേക്കും വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഇതൊരു തുരുത്തിൽ അകപ്പെട്ട ഒരു ചെറിയ കാര്യം മാത്രമല്ല ഇതൊന്നും. ഈ ക്രോമസോമൽ അനോമിയ, ജനിതക വൈകല്യങ്ങൾ, ഡൗൺ സിൻഡ്രം, സെറിബ്രൽ പാൾസി, ഓട്ടിസം, ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി, ഡെവലപ്മെൻ്റൽ ഡിലേ, മെൻ്റൽ റിട്ടേർഡേഷൻ എല്ലാം ഒരു കുറച്ച് ആളുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമായിട്ട് ആരും കാണണ്ട. 2016 റൈറ്റ് ടു പേഴ്സൺ ഡിസേബിലിറ്റി ആക്ട് പ്രകാരം നിലവിൽ വന്ന കണക്കെടുപ്പ് പ്രകാരം 22 തരം ഭിന്നശേഷിക്കാരുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇപ്പോൾ ചിലപ്പോൾ അതിൽ കൂടിയിട്ടുണ്ടാവും കേട്ടോ. അതിലെ കണ്ടെത്തലുകളിലും ഒക്കെ ഒരുപാട് അപാകതകളുള്ളതാണ്. ഇതിൽ 7,94,834 പേരുണ്ടെന്നാണ് അന്നത്തെ കണക്ക്. പലരും ഞാനൊന്നും രജിസ്റ്റർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല, രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണ് കൂടുതൽ, എന്നിട്ടും ഇത്ര ആളുകളുണ്ട്. ഇതിൽ ഒരുപാട് പദ്ധതികളുണ്ടോ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് വിദ്യാകിരണം, വിദ്യാജ്യോതി, മാതൃജ്യോതി, അതിജീവന സമഗ്ര പദ്ധതി. ഇതിൽ ഈ വിദ്യാകിരണം പദ്ധതിയിലൊക്കെ എത്ര എമൗണ്ട് കിട്ടുക നോക്കി. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടിക്ക് കിട്ടുന്നത് മാസം 300 രൂപ, അതന്നെ കിട്ടുന്നില്ല. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടിക്ക് കിട്ടുന്നത് 600 രൂപ, അതും കിട്ടാനില്ല. ഈ ഒരു തെറാപ്പിക്ക് കൊടുക്കണം 750-800. ഇത് നമ്മളെ കളിയാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം. ആദ്യം നമുക്ക് ഇതിനൊക്കെ വേണ്ടത്, നമുക്ക് കുറേ പൈസ കിട്ടുക എന്നുള്ളതിനപ്പുറം
സാമ്പത്തികം വളരെയധികം ആവശ്യമാണ്. പക്ഷെ അതിനോടൊപ്പം സമൂഹം ഭിന്നശേഷി സൗഹൃദമാണ് ആവേണ്ടത്. ഇതിൽ വേണ്ടത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഓരോ കുട്ടിയും മനസ്സിലാക്കണം, ഈ ഡിസേബിൾ ആയിട്ടുള്ള ഈ കുട്ടിയും ഞങ്ങളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജനിച്ച് വളർന്ന് ഞങ്ങളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉള്ള ഞങ്ങളെ കൂടെ തന്നെ ഉള്ള ഒരാളാണ് എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി LKG UKG മുതൽ 1ാം ക്ലാസ് മുതൽ ഇതേപോലൊരു കുട്ടികളെ കൂടെ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റി നിർത്തപ്പെട്ട വേറൊരു ഏതോ ജീവിയായിട്ട് മാറും. ഇപ്പം നമ്മളെ ഈഴവരെ എന്നൊക്കെ പറഞ്ഞ പോലെ ജാതിയിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ എന്ന് പറഞ്ഞ പോലെ അതങ്ങ് മാറ്റി നിർത്തപ്പെട്ട ആളുകളാവും. ഈ ഓട്ടിസം പോലെ ഡിസേബിലിറ്റികൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ അത് ഭയങ്കര തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഒരു കുട്ടി ജനിച്ച് ഒരു 1-2 വർഷം കഴിയുമ്പോഴായിരിക്കും ഈ ഓട്ടിസം ആണോ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നുള്ളത്, അതായത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വേഗം മനസ്സിലാവും. ഇത് അതല്ല, പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതിൻ്റെ ഡയഗ്നോസിസും ഭയങ്കര പ്രശ്നമാണ്. ഇത് തെറ്റിദ്ധരിക്കപ്പെടിപ്പിച്ചിട്ട് അനാവശ്യ തെറാപ്പികൾ കൊടുത്തിട്ട് നിരവധി സ്ഥാപനങ്ങളും ആളുകളും ഇത്തരത്തിൽ ആളുകളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ. ഈ ആവശ്യമുള്ള തെറാപ്പിയാണോ കൊടുക്കുന്നത് എന്നുള്ളത് കിട്ടുന്നതെന്നുള്ളത് നമുക്കും അറിയില്ല. അങ്ങനെയുണ്ട്. ഈ നമ്മളിപ്പോൾ പല സ്ഥലത്തും ഭിന്നശേഷി സൗഹൃദ പാർക്കുകൾ എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. വീൽ ചെയർ കയറ്റാൻ പറ്റിയ പാർക്കിനെയാണ് ഭിന്നശേഷി സൗഹൃദ പാർക്ക് എന്ന് പറയുന്നത് മാക്സിമം. അതല്ല വേണ്ടത്. ഭിന്നശേഷി സൗഹൃദ പാർക്കുകൾ ഇവർക്കും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പാർക്കാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള OT പാർക്കുകൾ, തെറാപ്പി പാർക്കുകൾ, ഇതൊക്കെ അനിവാര്യം തന്നെയാണ്. ഇതൊക്കെ എവിടെയെങ്കിലും ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ വേണം. ഇപ്പോൾ ഈ CRC, ഇംഹാൻസ്, CDMRs തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറിയോ, ഭയങ്കര വലിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. തെറാപ്പികൾക്ക് ആകെ 1-2 ആളുകളുണ്ടാവും. ഇവർ ആഴ്ചയിൽ ഈ കുട്ടിക്ക് കിട്ടുക ഒരു തെറാപ്പി 2 തെറാപ്പിയൊക്കെ. ഇത് നിരന്തരം ദിനേന കിട്ടേണ്ട തെറാപ്പിയാണ്. ഒരു ദിവസം മാറിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് ഈ പ്രസവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയില്ല എന്താ ഈ കുട്ടിക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇത് പഠിപ്പിച്ച് തരേണ്ടത് ആരാണ്? ഓരോ വ്യക്തികൾക്കും. ഈ ഇത്തരത്തിലുള്ള പാർക്കുകളും ഇത്തരത്തിലുള്ള സെൻറ്ററുകളും നിരവധി ഓരോ നഗരങ്ങളിൽ ഉണ്ടാവുകയും ഏറ്റവും നല്ലൊരു മാതൃക എന്നുള്ളത് ഈ കുട്ടിയെ നോക്കാൻ മെനക്കെടുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് ഞങ്ങൾ ഓൾറെഡി ട്രെയിൻഡാണ്. നമുക്ക് അനുഭവങ്ങൾ എന്നുള്ള ഭയങ്കര ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ കുട്ടികളെ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയും. ചിലപ്പോഴൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും, ലൈഫ് ഓഫ് പൈ സിനിമയിലുണ്ടല്ലോ ആ ഒരു ടൈഗറിനെ നോക്കുന്നത്, നോട്ടത്തിലൂടെ മെരുക്കിയെടുക്കുന്ന ഒരു സിസ്റ്റം, അതാണ് പലപ്പോഴും വരും. കാരണം ഇവർക്ക് ഭയങ്കര ആരോഗ്യമാണ്. ഇവർ തുള്ളിയാലോ അവർ കുടഞ്ഞു പോലെ നമുക്കവരെ പിടിക്കാനൊന്നും കഴിയില്ല, ഭയങ്കര സ്ട്രെങ്ത്തിൽ നമ്മളതാകും. അപ്പോൾ ഒരൊറ്റ നോട്ടത്തിലൊക്കെ ഇവരെ നമുക്ക് പരിധിക്ക് നിർത്താനൊക്കെ കഴിയുന്ന ഒരു അവസ്ഥയിൽ ഈ പാരൻറ്റിനോ അല്ലെങ്കിൽ ഇവരെ ട്രെയിനറെയോ മാറ്റി ഉള്ള കഴിവുണ്ടാക്കണം. അതിനുള്ള കഴിവുണ്ടാക്കണം. അതെല്ലാവർക്കും അറിയാം. ഇതിനുള്ള അറിവ് നേടിയ ആളുകൾക്കൊക്കെ ഇത് അറിയാം. നമുക്കത് പഠിപ്പിച്ച് തരായിരിക്കും ഏറ്റവും നല്ല മാതൃക. ഇത് വികേന്ദ്രീകൃതമാക്കുകയാണ് ഇത്തരത്തിലുള്ള സ്ഥലം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് കരുതിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് തെറാപ്പി കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം ഈ ഓരോ പാരൻറ്റും വികേന്ദ്രീകൃതമായിട്ട് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ഇതിനെ പഠിപ്പിക്കാനുള്ള, ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് അതിനെ മാറ്റുക എന്നുള്ളതായിരിക്കും കുറച്ചെങ്കിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയൊരു സംഭവം. നമ്മൾ 24 മണിക്കൂറും ഈ കുട്ടീനെ നോക്കാൻ നമ്മൾ സന്നദ്ധമായിരിക്കണം. ഈ ഭിന്നശേഷിക്കാരായ നോക്കുന്ന ആളുകളുടെ ഒരു ഭിക്ഷാന്തേഹികൾ എന്ന ഒരു പ്രൊഫൈൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാറണം. എന്നാലേ ആ അഭിമാനത്തോടെ ഈ കുട്ടികളെ നമുക്ക് നോക്കാനും കഴിയുള്ളൂ. ഈ രാവും പകലും ഇവരെ പാർപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെൻറ്ററുകളും നമുക്ക് ആവശ്യമാണ്. നമുക്കിപ്പോൾ ഈ ഒരു ചർച്ച നടത്തുമ്പോഴായിരിക്കും നിങ്ങളൊക്കെ തന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും നൂതനമായിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയാൽ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താനുള്ള ഒരു മാർഗം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കണം. ഇപ്പോൾ ഈ തരത്തിലുള്ള കുട്ടികളെയൊക്കെ വെച്ചിട്ടേ ഇപ്പോൾ ഒരു ഹൈടെക് ഭിക്ഷാടന മാഫിയ പോലെയൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ കാണുന്നുണ്ട് അല്ലേ. നമ്മളെ ഭയങ്കര ബിസിനസ് ആക്കുന്നുണ്ട് ഇവരുടെ മുഖം വെച്ചിട്ട്. സാമുദായിക സംഘടനകളൊക്കെ അത് പലതരത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അതിൽ കൂടുതൽ പോകുന്നില്ല. പിന്നെ ഇതിലേറെ നല്ല എനിക്ക് തോന്നുന്നു NGO പോലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഫണ്ടുകൾ ലഭിക്കുന്നില്ല. വിദേശ മാതൃകകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കേന്ദ്രത്തിൻ്റെ മേൽനോട്ടത്തിൽ നമുക്ക് ഇവരെ ഒരു സെൻറ്ററുകൾ ഉണ്ടാക്കുകയും ഇവരെ പാർപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ അഭിമാനത്തോടെ ഈ മക്കളെ നോക്കിയോ അല്ലെങ്കിൽ നോക്കുന്നവരുടെ അടുത്ത് ആക്കിയോ ജീവിക്കാനാവണം നമുക്ക്. അല്ലാത്ത പക്ഷം എന്ത് ജീവിതം അതൊക്കെ. എൻ്റെ ഈ ടൈറ്റിൽ ഞാൻ സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്
മതം വിട്ടാൽ മതിയോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ സ്വാതന്ത്ര്യലോകം സെമിനാർ ഏറ്റെടുത്ത ഓരോ വിഷയത്തിനും ഈ ഒരു ടൈറ്റിൽ പര്യാപ്തമാണ്. മതം വിട്ടതുകൊണ്ട് മാത്രം മതിയോ മനുഷ്യൻ സ്വതന്ത്രനാവാൻ, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരായി എന്ന് പറയാൻ? മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും സ്വതന്ത്ര ചിന്തകന് വളരെ പ്രാധാന്യം തന്നെയല്ലേ. ഇപ്പം ഞാൻ ഈ വിഷയമാണ് പറയുന്നത് കേട്ടതോടുകൂടി മതം വിട്ടാൽ മതിയോ എന്നുള്ള വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതോടുകൂടി ബന്ധുക്കളായിട്ടും പലരും എന്നെ വിളിച്ചു പറഞ്ഞു, ഓ ഇസ്ലാമോഫോബിയ വളർത്താൻ പോവുകയല്ലേ, മതം വിട്ടാൽ മതിയോ എന്ന് പറയുമ്പോഴേക്കും അതെങ്ങനെ ഇസ്ലാമോഫോബിയ ആവുന്നത്? പിന്നെ വേറെ പറഞ്ഞു, ഇസ്ലാമിനെ ചൊറിയാൻ വേറൊരു പുതിയ ബട്ടൺ കൂടി സമരഭൂമിയിൽ ഇറങ്ങി എന്നൊക്കെ. അതെങ്ങനെയാ അത് പറയുമ്പോഴേക്കും അങ്ങനെ ആവുന്നത്? മനുഷ്യൻ്റെ നമ്മൾ മതത്തിലെ നീതി നിഷേധത്തിനെതിരെ ശബ്ദമുയർത്താൻ നിലനിൽക്കുന്നതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് മാത്രമാണല്ലോ നമ്മൾ ഈ മതത്തെ വിമർശിച്ചിട്ടുള്ളത്. അല്ലാതെ മതം വന്നിന്നെ കടിച്ചതുകൊണ്ടോ മാന്തിയതുകൊണ്ടോ എന്നെ അടിച്ചതുകൊണ്ടോ ഞാൻ മതം അതിനൊന്ന് കൊടുത്തേക്കാം എന്ന് കരുതി ഇറങ്ങിത്തിരിക്കണതല്ലോ. മനുഷ്യൻ ലോകത്തെ എവിടെ പ്രശ്നങ്ങൾ നേരിടുന്നോ, എവിടെ പാർശ്വവൽക്കരിക്കപ്പെടുന്നോ, മനുഷ്യനെ മനുഷ്യനല്ലാതായി കാണുന്നോ, ജാതി വ്യവസ്ഥയൊക്കെ പറഞ്ഞതുപോലെ തന്നെ കാണുന്നോ, അവിടെയൊക്കെ പ്രതികരിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളൂ. അതേ ലക്ഷ്യമുള്ളൂ. ഞാൻ കഴിഞ്ഞ തവണയുള്ള എൻ്റെ സെമിനാറിൽ സ്വതന്ത്രലോകത്തിന് എനിക്ക് ആദ്യമായി തന്നൊരു അവസരം, അന്ന് ഞാൻ സംസാരിച്ചത് ശരിയത്തും ഞാൻ എന്നുള്ള വിഷയമായിരുന്നു. അതിൽ സ്ത്രീകളുടെ സ്വത്തവകാശത്തെക്കുറിച്ച്, അത് മുസ്ലിം സ്ത്രീകളുടെ, അത് ഏത് മതത്തിൽ ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും ഏത് രീതിയിൽപ്പെട്ടതാണെങ്കിലും അവർ സ്വത്തവകാശത്തിൽ അവർ രണ്ടാം തരക്കാരായി കാണുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിരിക്കും. ഇത് ശരിയത്തും ഞാനെന്നുള്ളതായതോടുകൂടി പിന്നെ ഞാൻ ആരായി എന്നറിയോ, ഞാൻ ഭയങ്കര ലൈംഗിക അരാജകത്വത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ഒരാൾ. പിന്നെ ഇന്ന ആകെ എത്ര മാത്രമേ അവർ കണ്ടിട്ടുണ്ടാവുള്ളൂ ആ സ്ക്രീനിൽ. ഒരുപാട് യൂട്യൂബേഴ്സും വരെയൊക്കെ എന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് ആണുങ്ങളെയൊക്കെ ഇതൊക്കെ തെറ്റുള്ള കാര്യമാണോ, എന്നിട്ട് അത് മാത്രം ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒന്നിനും ഒരു മറുപടിയില്ല. അവർ നമ്മളെ ഒതുക്കാനും ഇതാക്കാൻ ശ്രമിക്കുന്നത്, ഇതിൽ ചെറിയൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതുകൊണ്ട് ശ്രമിക്കുന്നത് നമ്മളെ ഇത്തരത്തിൽ മാറ്റി നിർത്തുകയാണ്. നമുക്ക് ചർച്ച ചെയ്യാനും മനുഷ്യരുടെ പ്രശ്നങ്ങൾ തന്നെ ധാരാളമുണ്ട്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഏത് തരത്തിൽ തളർത്തിയാലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് തളർത്തുന്നത് അവരുടെ ഏത് മനോഭാവമാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ആളുകളായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വതന്ത്രരാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ സ്വതന്ത്രരായേ തീരും, മതിയാവും. സാർവലൗകിക മാനവികതയാണ് സ്വതന്ത്ര ചിന്ത എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി. നമസ്കാരം.